ഇരുവിളൈ അഥവാ കണ്ണേർ. ഇതിൻ്റെ എക്സ്പീരിയൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള നിരവധി ആൾക്കാരുണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഇല്ലാത്ത ആൾക്കാർ ഉറപ്പായിട്ട് ഇത് ഫേക്കാണെന്നോ അങ്ങനെയൊന്നും ഇല്ലെന്നേ പറയുള്ളൂ. അനുഭവിച്ച ആൾക്കാർ പറയും ഉറപ്പായിട്ടും ഉണ്ടെന്ന് പറയും. അപ്പോൾ ഈ കണ്ണേർ ഫലിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് വിശ്വസിക്കണനുസരിച്ചിട്ട് ഫലിക്കോ അല്ലെങ്കിൽ വിശ്വസിക്കാത്തവർക്ക് ഫലിക്കില്ല അങ്ങനെയൊന്നുമില്ല. കാരണം ഇത് ആരാണ് കണ്ണ് വെക്കണത് അയാളുടെ മെൻ്റൽ പവറിൻ്റെ തീവ്രത അനുസരിച്ചിരിക്കും ഇത് ഫലിക്കണത്. പക്ഷെ എന്ന് കരുതി നമ്മളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ കണ്ണ് വെച്ചാലൊന്നും ഫലിക്കാൻ സാധ്യതയില്ല. അല്ലാണ്ട് വന്നത് വളരെ റെയറായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഒരു വേദിയിൽ അല്ലെങ്കിൽ പല വേദികളിൽ, ഇപ്പോൾ ചില കൊച്ചുകുട്ടികളുണ്ട് ഡാൻസ് കളിക്കും, വളരെ ആക്റ്റീവായിട്ട് കൊച്ചുകുട്ടികൾ ഡാൻസ് കളിക്കും. അപ്പോൾ ഒരു വേദിയിൽ പല വേദിയിൽ അങ്ങനെ പല പല വേദികളിൽ ആ കൊച്ചുകുട്ടി ഡാൻസ് കളിക്കുമ്പോൾ ആ കൊച്ചു നല്ലതാണ്, നല്ല രസമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കൂടുതൽ ആൾക്കാർ ഒരേ മൈൻഡിൽ ആ സിറ്റുവേഷനിൽ പറയണത് രീതി വരുമ്പോൾ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരുടെ ഇതുപോലും ഒരുപക്ഷെ എഫക്റ്റ് ചെയ്യാം. കണ്ണേർ എഫക്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ അത് ഇത്രയും ആൾക്കാരുടെ പവർ ഒന്നിച്ച് ഒരേപോലെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ സംഭവിക്കണതാണ് ആ ഒരു കണ്ണ് വെക്കണത് എന്ന് കരുതി. ഇപ്പോൾ ഈ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ആൾക്കാർ പറയാറുണ്ട് ഇങ്ങനെ ശാപത്തെക്കുറിച്ചുള്ളതിൽ പലരും അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മന്ത്രിമാരെയും അവരെയൊക്കെ ശപിച്ചാൽ മതിയല്ല. പക്ഷെ അത് ശപിക്കണതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ അത് എഫക്റ്റ് ചെയ്യാൻ പോണില്ല. കാരണം ഇത് ബന്ധമുള്ള ആൾക്കാരിലാണ് കൂടുതലും റിസൾട്ട് ഉണ്ടാക്കണം. നമ്മളുടെ ബന്ധത്തിലും പരിചയത്തിലുമുള്ള ആൾക്കാർ കണ്ണ് വെക്കുകയും ഇതാക്കുകയും ചെയ്യുമ്പോൾ അതായത് നമ്മളോട് ഈ വിളയും മൈൻഡിൽ അല്ലെങ്കിൽ അസൂയ ആ രീതിയിൽ വരുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാകാൻ സാധ്യത. അല്ലാണ്ട് ഉണ്ടാകുന്ന റയറായിട്ട് ഉണ്ടാകുന്ന ഒരു കലാപരമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ കൗതുകമായിട്ടുള്ള കാര്യങ്ങൾ ഒരു മാസം ഒരു വേദിയിൽ ഒരേ ആൾക്കാർ ഒരേ ടൈമിൽ അതായത് ഒരു ഡാൻസ് കാണുമ്പോഴത്തേക്കും ഒരു 100 പേര് 50 പേര് അല്ലെങ്കിൽ കുറേയധികം ആൾക്കാർ കാണുമ്പോൾ ലൈവ് കാണുന്നതിലാണ്. അല്ലാണ്ട് ഒരു വീഡിയോ കണ്ടിട്ട് ആൾക്കാർ കണ്ണ് വെച്ച് വീഡിയോ കണ്ടിട്ട് കണ്ണ് വെക്കുമ്പോൾ അതൊന്നും എഫക്റ്റ് ചെയ്യുന്നു വരില്ല. ഡയറക്റ്റ് വിഷ്വലിൽ ഒരു വ്യക്തിയുടെ പെർഫോമൻസ് കാണുന്ന ഒരു കൊച്ചുകുട്ടിയുടെ അത് ഒരു പറ്റം ആൾക്കാർ കാണണമെങ്കിൽ ഒരു പക്ഷേ കണ്ണ് കിട്ടാം. മനസ്സിലായോ? അല്ലാണ്ട് വരുന്നത് എങ്ങനെയാണ്? ഇതിൽ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല, ചില ആൾക്കാർ പറഞ്ഞായിരിക്കും അല്ലെങ്കിൽ എന്താണ് കരിനാക്കാണെന്നൊക്കെ പറയും അല്ലേ? കരിനാക്ക് പറഞ്ഞ അതുപോലെ സംഭവിക്കും. അപ്പം അതിലൊക്കെ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേക സിസ്റ്റം വർക്ക് ചെയ്യുന്ന രീതിയുണ്ട്. ഇപ്പം ഈ കണ്ണ് വെക്കണ മൈൻഡുള്ള ആൾക്കാരില്ല, അവരുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവർ എന്ത് കണ്ടാലും വേറെ ആൾക്കാരുടെ ഇമ്പ്രൂവ്മെൻറ്റിലും വേറെ ആൾക്കാർ അച്ചീവ് ചെയ്യണതിലൊക്കെ അസൂയപ്പെടുന്ന മൈൻഡുള്ളവരായിരിക്കും. അവരുടെ മൈൻഡിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ അതായിരിക്കും. അവരുടെ ചിന്ത എന്ന് പറയുന്നത് തന്നെ അതായിരിക്കും. വേറെ ആൾ ഒരു വണ്ടി വാങ്ങിക്കുന്നു, വീട് വെക്കുന്നു, അപ്പോൾ എപ്പോഴും അവരുടെ ചിന്തയിൽ എന്താ, അവർക്ക് അങ്ങനെ വന്നു എനിക്കതില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു മൈൻഡ്, അതായത് ഹാബിറ്റിൽ തന്നെ അയാളുടെ മൈൻഡ് പവർ ആ ഒരു സിസ്റ്റത്തിനോട് ആയിത്തീർന്നിട്ടുണ്ടാവും. ഈ പറഞ്ഞ ആരുടെ എന്ത് കണ്ടാലും, ഡെവലപ്മെൻറ്റ് കണ്ടാലും, ഉയർച്ച കണ്ടാലും, അച്ചീവ്മെൻറ്റ്സ് കണ്ടാലും അതിൽ അസൂയപ്പെടുന്ന ഒരു ഹാബിറ്റുള്ള ആളാണെങ്കിൽ അയാളുടെ മൈൻഡ് പവർ അങ്ങനെ കണ്ടീഷനിങ് ആയിട്ട് അതിൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഇത് എഫക്റ്റ് ചെയ്യാം. അപ്പോൾ കണ്ണേർ ഇത് എല്ലാ ആൾക്കാരും കണ്ണു വെക്കണത് കേൾക്കില്ല, എല്ലാ ആൾക്കാരെയും കണ്ണു വെക്കണത് കേൾക്കില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല. അതായത് നിങ്ങളെ ഒരു പക്ഷേ നിങ്ങൾക്കിതിൽ വിശ്വാസമില്ല, പക്ഷേ ഒരാൾ നിങ്ങളുടെ കുറേ കാര്യങ്ങൾ കണ്ണുവെച്ച് അത് എഫക്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ കണ്ണു വെക്കണ ആൾ ഈ പറഞ്ഞ പോലെ ഇതിൽ സ്പെഷ്യലിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞ പോലെ ഇത് തന്നെയുള്ള ഒരാളാണെങ്കിൽ ഇത് ഒരു പക്ഷേ എഫക്റ്റ് ചെയ്യും. എങ്ങനെ എഫക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ എക്സ്പോസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് ഈ കണ്ണേർ അങ്ങനെയുള്ളത് നമുക്ക് ഏൽക്കാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എനിക്കൊരു അച്ചീവ്മെൻ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ കാറ് നമുക്ക്, അല്ലെങ്കിൽ ഒരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ജോലി കിട്ടി. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ഓൾറെഡി ജോയിൻ ചെയ്തൊരു പയ്യൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ പ്രശ്നം ജോലിയില്ലെന്നും പറഞ്ഞാണ് എൻ്റെ അടുത്ത് വന്നത്. ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവന് ഒരു ജോലി കിട്ടി. അവൻ ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ്, ഇത് ആരോടും നീ പറയണ്ട, ഇപ്പം കിട്ടിയത് പറയണ്ട. കാരണം കുറേ ഒരു കൊല്ലത്തോളമായി, ഒരു വർഷത്തോളമായിട്ടുണ്ട് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് അവന് നല്ലൊരു അത്യാവശ്യം ശമ്പളം കിട്ടണമെന്നുള്ള ഒരു ജോലി കിട്ടിയേക്കണേ. അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞത് ആരോടും പറയണ്ട. അപ്പം എൻ്റെ അടുത്ത് ഇത് ഡൗട്ട് ചോദിച്ചു, ഇങ്ങനെ ആരോടും പറയണ്ടെന്ന് അമ്മ പറയണം, അപ്പം മറ്റുള്ളവർ ഒക്കെ എന്ത് വിചാരിക്കും,
ജോലി കിട്ടി വരുമ്പോൾ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു മറ്റുള്ളവർ 1 വർഷം ജോലി ഇല്ലാണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് തനിക്ക് വല്ല പൈസ തന്നാ? ഇല്ല, ഒരു പൈസ തന്നില്ല. അപ്പോൾ മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, പക്ഷെ താങ്കൾ എന്തായാലും ഇത് പബ്ലിക് ആക്കണ്ട. അപ്പം നമുക്ക് കണ്ണ് കിട്ടാണ്ടിരിക്കണമെങ്കിലുള്ള അല്ലെങ്കിൽ ഈ അസൂയ ഇതൊക്കെ വർക്ക് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കിട്ടിയ കാര്യങ്ങൾ നമ്മളായിട്ട് എക്സ്പോസ് ചെയ്യരുത്. അവർ വേറെ ഏതെങ്കിലും രീതിക്ക് അറിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ പറയണം ഞാൻ ഇന്ന വണ്ടി വാങ്ങിച്ചു, ഞാനിങ്ങനെ വീട് വെച്ചു, എനിക്ക് ഇത്ര ശമ്പളമുണ്ട്, ഇന്ന ജോലി കിട്ടി, എനിക്ക് ഇന്ന പൊസിഷൻ കിട്ടണം, ഞാൻ ഇന്ന പോയി, ഞാൻ വിദേശത്ത് ടൂറ് പോകണേണ്, അല്ലെങ്കിൽ നമുക്കുള്ള ഡെവലപ്മെൻറ്റ്സ് നമ്മളായിട്ട് തന്നെ എക്സ്പോസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് നമ്മളത് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളായിട്ട് തന്നെ. അങ്ങനെ വന്നാൽ ഉറപ്പായിട്ടും നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അത് എല്ലാവരിൽ നിന്നുമല്ല, ഇതുപോലത്തെ ആൾക്കാരിൽ നിന്ന് വിട്ടാൽ ഒരുപക്ഷെ കിട്ടാം. നമ്മളുടെ ജീവിത രീതി അങ്ങനെയാണെങ്കിൽ, അതായത് നമ്മളെല്ലാം ഇങ്ങനെ എസ്റ്റാബ്ലിഷ്, നമ്മുടെ ഡെവലപ്മെൻറ്റ്സ് ആൾക്കാർ കണ്ടോട്ടെ, കാണും. ആൾക്കാരെ കാണിക്കാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ കാണും, അവർ കണ്ടും അറിഞ്ഞോട്ടെ. പക്ഷെ നമ്മളുടെ വായിൽ നിന്ന് തന്നെ പറഞ്ഞ് നമ്മൾ തന്നെ ഷോ ഓഫ് ചെയ്തിട്ട് അറിയിക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ളതാണ് കണ്ണേറ് കിട്ടാണ്ടിരിക്കാനുള്ള ഒരു പ്രധാന വഴി എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു ഹാബിറ്റ് നമുക്കുണ്ട്. ഇപ്പോൾ ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും നമുക്ക് വളരെ അടുത്ത, ഇപ്പോൾ നമ്മൾക്ക് വളരെ അടുപ്പമുള്ള നമ്മളൊരു ഫ്രണ്ട് ആണെങ്കിൽ പോലും അവനേക്കാൾ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് വരുമ്പോൾ അവൻ്റെ മനസ്സിലൊരു ഇതുണ്ടാവും, ഒരു അസൂയ. അവൻ പോലും അറിയാണ്ട് വർക്ക് ചെയ്ത് പ്ലാൻഡ് ആയിരിക്കില്ല ചിലപ്പോൾ, പക്ഷെ അവൻ പോലും അറിയാണ്ട് ഒരു അസൂയ വർക്ക് ചെയ്യും. അതാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു രീതി. അതാ. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കണ്ണേറെന്ന് പറയുന്നത് എല്ലാവർക്കും ബാധിക്കണമെന്നില്ല, ഇപ്പോഴും ബാധിക്കണമെന്നില്ല, എല്ലാ ആൾക്കാരും കണ്ണു വെക്കുമ്പോൾ ബാധിക്കണമെന്നില്ല. ചില ആൾക്കാരുടെ കണ്ണേറ് ചില സമയങ്ങളിലൊക്കെ ബാധിക്കാമെന്നില്ല. കാരണം 100% കണ്ണേറെന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഒരുപോലെ ബാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. അത് ഓപ്ഷണലാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയില്ല ഇത് ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഷോ ഓഫ് കാണിക്കൽ നിർത്തുക എന്നുള്ളതാണ്. നമ്മൾക്ക് ജീവിതത്തിൽ സുഖ സൗകര്യങ്ങളുണ്ട്, നല്ല വീടുണ്ട്, കാറുണ്ട്, വരുമാനം ഉണ്ടെങ്കിൽ നമ്മളത് ആസ്വദിച്ച് നമ്മുടെ ജീവിതം അതുപോലെ കൊണ്ടുപോയിക്കോട്ടെ. നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ അത് കണ്ടും അറിഞ്ഞോട്ടെ. പക്ഷെ നമ്മുടെ വായിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, പൊങ്ങച്ചം പറയണമെന്ന് പറയും. അപ്പോൾ പൊങ്ങച്ചം പറയണ കാറ്റഗറിയിൽ വരും ഇതെല്ലാം. നമ്മൾ പറയണ പൊങ്ങച്ചം എന്ന് പറയുമ്പോൾ ഒരാൾ ഭയങ്കര വീമ്പായിട്ട് എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാണ്ട് തന്നെ നമ്മുടെ ക്യാഷ്വലായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ഈ പറഞ്ഞ കണ്ണേറും അസൂയൊക്കെ ഉറപ്പായിട്ടും വർക്ക് ചെയ്യും. ഒരു സംശയമില്ല. കാരണം ഒരാൾക്ക് ഇല്ലാത്തത് വേറൊരാൾക്ക് കിട്ടുമ്പോൾ അതിലൊരു വിഷമം അല്ലെങ്കിൽ അസൂയ അവിടെ വരും ഓട്ടോമാറ്റിക്കലി. നമുക്കൊക്കെ എന്നാണ് ഇനി ഇതാകണത്? ഞാൻ ഇന്നാണ് ഒരു വീട് വെക്കണം, എൻ്റെ ഫ്രണ്ട് വീട് വെച്ച്. ഞാൻ എന്നാണ് ഒരു വണ്ടി വാങ്ങിക്കണം, എൻ്റെ ഫ്രണ്ട് വണ്ടി വാങ്ങിച്ചു. എനിക്ക് എന്നാണ് ഒരു വരുമാനം കയറണത്? എനിക്കിപ്പോഴും ഇതാ. ഈ ഒരു വേദന, ഈ ഒരു വിഷമമൊക്കെ ഒരുപക്ഷെ റിസൾട്ട് ഉണ്ടാക്കാം. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഈ പറഞ്ഞ പോലെ അസൂയ കണ്ണേറ് വേണ്ടിയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെയുള്ളത്, ഞാൻ എൻ്റെ വീഡിയോസിൽ പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്ലെസ്സിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ താഴെ ഇട്ടേക്കാം. അതായത് നമുക്ക് ചെയ്യാവുന്ന, നമ്മൾ വളരെ അടുത്തിടപെടുന്ന ആൾക്കാർ, നമ്മുടെ ഡെയിലി കാണാൻ സാധ്യതയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കാൻ സാധ്യതയുള്ള ആൾക്കാരെയൊക്കെ ബ്ലെസ് ചെയ്യുക. ബ്ലെസ്സിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു പ്രാക്ടീസ് ഉണ്ട്. ആ പ്രാക്ടീസിലെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് എസ്കേപ്പ് ആകാനുള്ള, ഇത് ബാധിക്കാണ്ടിരിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മളായിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യാണ്ടിരിക്കും. അപ്പോൾ എന്തായാലും കണ്ണേറ് ഫലിക്കുമെന്ന് പറഞ്ഞാൽ കണ്ണേറ് ഫലിക്കും. കണ്ണേറ് ഫലിക്കൂല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഫലിക്കൂല. അത് ഓപ്ഷനല്ല. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള നെഗറ്റീവ്സ് ബാധിക്കാണ്ടിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.